Good afternoon. Good afternoon, ma'am. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന നോട്ട്സ്, അതുകൂടാതെ PDF നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോ? വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചല്ലേ? കൂടുതൽ തിങ്ക് ചെയ്തോ? ആലോചിച്ചോ? അതുമായി ബന്ധപ്പെട്ടിട്ട് തിങ്ക് ചെയ്തോ? ചെയ്തു? യെസ് ഓർ നോ? ചെയ്തു. ഓക്കെ. നമ്മള് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. എന്നാൽ ഇതിനകത്ത് പറയാൻ പോകുന്നത് അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എല്ലാവരും റെഡിയാണോ? ഫസ്റ്റ് പോയിന്റ് എന്ന് നോക്കിയാൽ നിങ്ങള് രജിസ്ട്രേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ. ദ പേഷ്യന്റ് ഗസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്. ഓക്കെ, പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്തിനാണ്? ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ? കൺസൾട്ടന്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കൺസൾട്ടന്റിനെ കാണാൻ തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നേ? അവര് ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത് അല്ലെ? ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് ആണ് ഈ ഒരു പ്രൊസീജിയർ നടത്തുന്നത്. ഓക്കെ, അതിന്റെ സബ് പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നോക്കിയാൽ നിങ്ങൾ ആ ഡോട്ട് ഇട്ടിട്ട് എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചേ. രജിസ്ട്രിങ് ഗസ്റ്റ്. The hospital needs to keep a complete register of guests, essential for other department as well. Okay, അതായത് ഹോസ്പിറ്റലില് പേഷ്യന്റ് വരുമ്പോൾ അവരെ രജിസ്ട്രേഷൻ നടത്തുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. ഓക്കെ, അതുകൂടാതെ അവരുടെ രേഖകൾ, ചില റെക്കോർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രണ്ട് ഓഫീസിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ഈ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ട, കീപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഫ്രണ്ട് ഓഫീസിന് മാത്രമല്ല ഉള്ളത്, മറ്റു പല ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഈ ഒരു റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ഓഫീസ് മാത്രമല്ല, മറിച്ച് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ രേഖകള് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ രേഖകൾ, അല്ലെങ്കിൽ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ മുൻകാല മെഡിക്കൽ ഹിസ്റ്ററി ഉൾപ്പെട്ട ഡീറ്റെയിൽസ്, അതായത് ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാത്തരം വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് എവിടെ സൂക്ഷിച്ചു വെക്കും? ഫ്രണ്ട് ഓഫീസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പേഷ്യന്റ് എവിടെ നിന്നാണോ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് അഡ്മിഷൻ. പേഷ്യന്റ് ഇപ്പൊ അഡ്മിറ്റ് ആണെങ്കിൽ ആ അഡ്മിഷൻ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്നാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയത്, ഏത് ടൈമിലാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയത്, ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത്, ആരായിരുന്നു വാർഡ് സിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ബില്ലിംഗ്. ഓക്കെ, ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോ ഒരു പേഷ്യന്റിന് ധാരാളം മരുന്നുകൾ ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാനുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആണെങ്കിൽ അദ്ദേഹം അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോകുന്ന ആ ഒരു സമയത്ത് ഒരു ബില്ല് പേഷ്യന്റെ കയ്യിൽ കൊടുക്കും അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു കോപ്പി എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും?
ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഫ്രണ്ട് ഓഫീസിലും ഒക്കെ ഈ ഒരു രേഖകള് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വൺ വാർഡ് ഡയഗ്നോസ്റ്റിക്. വാർഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോൾ വാർഡില്, അതായത് ഇപ്പൊ ഒരു വാർഡിൽ അല്ലെങ്കിൽ റൂമിലായിരിക്കുമല്ലോ കിടക്കുന്ന പേഷ്യന്റ്. അപ്പൊ അങ്ങനെ കിടക്കുന്ന പേഷ്യൻസിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളും, അതായത് ഓരോ ദിവസവും അദ്ദേഹത്തിന് വേണ്ടി വരുന്ന രോഗനിർണയ ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യണം, ഷുഗർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതായത് ഫാസ്റ്റിങ്ങിന്, അതായത് ഫാസ്റ്റിംഗ് സമയത്ത്, അതായത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിംഗ് ആ സമയത്തും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷവും എന്ത് ചെയ്യണം, രാവിലെ ഷുഗർ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെ ടെസ്റ്റുകൾ, ഇപ്പൊ ചിലപ്പോൾ എക്സ്റേ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ MRI എടുത്തിട്ടുണ്ടാവാം, ഇതിന്റെയൊക്കെ വിവരങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ദെൻ അതേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ. ഓക്കെ, ഇൻഷുറൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങളാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോ അത് അതേഴ്സ് എന്ന് തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റെക്കോർഡുകളൊക്കെ ഈ ഒരു ഫ്രണ്ട് ഓഫീസിലും പേഷ്യന്റ് എവിടെയാണോ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോ ഒരു പേഷ്യന്റിനെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ചില രേഖകൾ എവിടെ സൂക്ഷിച്ചു വെക്കണം, ഫ്രണ്ട് ഓഫീസിലും അതുപോലെ തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ അടുത്തൊരു പോയിന്റ്, ഇതിന്റെ സബ് പോയിന്റ് ആയിട്ട് തന്നെ വരുന്നതാണ് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. എന്തൊക്കെ ഡാറ്റാസ് ആണ് രജിസ്ട്രേഷന് വേണ്ടത്? ഓക്കെ, ഒരു പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡാറ്റാസ് ആണ് വേണ്ടത് നോക്കാം. പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ. എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവാണ്, ഒരു കൺസൾട്ടന്റിനെ കാണാനായിട്ട് ചെല്ലുവാണെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫോം തരും അല്ലെ, ഒരു ഫോം തരും. ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫോമില് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ. അതായത് തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാൻ പറ്റുന്നതുമായ രേഖകൾ വേണം ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചറിഞ്ഞത്. അതായത് ബേസിക് ഡീറ്റെയിൽസ്, അവരുടെ പേര്, നെയിം ആവാം, അഡ്രസ് ആവാം, ഫോൺ നമ്പർ ആവാം, ഇതിനെയാണ് എന്ത് പറയുന്നത്, ഐഡന്റിഫൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഐഡന്റിഫയബിൾ എന്ന് പറയുന്നുണ്ട്, അതായത് തിരിച്ചറിയാൻ അതായത് തിരിച്ചറിയാൻ സാധിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, ആധാർ കാർഡ് കൊടുക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പൊ ആധാർ കാർഡിന് നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് അല്ലെ. ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയബിൾ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൂഫാണ് എന്ത്, ആധാർ കാർഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതും അതനുസരിച്ചിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Then second point, information to the guest. ഗസ്റ്റ് വരുമ്പോൾ ചില ഇൻഫോർമേഷൻസ് അവർക്ക് നമ്മൾ പാസ് ചെയ്യും അല്ലെ, ചില വിവരങ്ങൾ അവർക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, എന്തൊക്കെ വിവരങ്ങളാണ് ഇവിടെ? ഗസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റിനെയാണ് കേട്ടോ. ഗസ്റ്റിന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ, താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഇൻഫോം ചെയ്യും നമ്മൾ അല്ലെ. ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ ആ സ്റ്റാഫ് ആദ്യം ചെയ്യുന്നത്, അവരെ വെൽക്കം ചെയ്തതിനു ശേഷം ആദ്യം ചെയ്യുന്നത്
താരിഫിനെ കുറിച്ച് ഒരു സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ താരിഫിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നത്. താരിഫ് അതായത് ഫീസിന് കേട്ടോ, ഫീസുകൾ. അതായത് ഒരു പേഷ്യന്റ് ഡോക്ടറെ കാണാനായിട്ട് വരുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ് കൺസൾട്ടേഷൻ ഫീസ് എത്രയാണ്, അല്ലെ? എത്ര കൺസൾട്ടേഷൻ ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ആദ്യമായിട്ട് താരിഫ് എന്ന് പറഞ്ഞാല് എമൗണ്ട് ആണ് കേട്ടോ, ഫീസ് എന്ന് പറയൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് എത്രയാണ് കൺസൾട്ടേഷൻ ഫീസ്, എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ്, ഇതാണ് താരിഫിൽ വരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ആർക്ക് കൊടുക്കും? ഫ്രണ്ട് ഓഫീസിൽ നിന്ന് വരുന്ന പേഷ്യൻസിനായാലും വിസിറ്റേഴ്സിനായാലും ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കും. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ഫീസും കൺസൾട്ടേഷൻ ഫീസും മാത്രമല്ല, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ അതിന് എത്ര എമൗണ്ട് വരും എന്നൊക്കെ പേഷ്യന്റ് അന്വേഷിച്ചറിയും. അപ്പോ അവർക്ക് വേണ്ട റിപ്ലൈ എന്ത് ചെയ്യണം? കൊടുക്കണം. കറക്റ്റ് ആയിട്ട് എമൗണ്ടും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലില് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പ്രായമായവർക്ക് വേണ്ടിയിട്ട് 60+ എബോവിനെയാണ് എന്ത് പറയുന്നത്? സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം തന്നെ ഏരിയ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. പ്രത്യേക ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു പ്രത്യേക റൂം ഉണ്ടാവാറുണ്ട് അവരുടെ കെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മുതിർന്ന ആളുകളൊക്കെ വരുമ്പോൾ, പേഷ്യൻസ് ഒക്കെ മുതിർന്ന ആളുകളാണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് വരുമ്പോൾ അവർക്ക് പ്രത്യേകം കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരോട് ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഏരിയ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ധാരാളം ടെസ്റ്റുകളൊക്കെ ചെയ്യാം, എല്ലാത്തരം സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. ഇതാണ് എന്ത്? സീനിയർ സിറ്റിസൺ ക്ലബ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തത് അതർ പാക്കേജസ്. അതർ പാക്കേജസിൽ വരുന്നത് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാക്കേജുകൾ. അതായത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പാക്കേജ് അവിടെയുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതർ പാക്കേജ് എന്ന് പറയുന്നത്. ഇപ്പോ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, അതായത് വില കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ പേഷ്യൻസ് ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ, കൺസൾട്ടന്റിനെ കാണാനായിട്ട് വരുമ്പോൾ അവര് കാര്യങ്ങളൊക്കെ തിരക്കുന്ന കൂട്ടത്തില് ഫ്രണ്ട് ഓഫീസില് സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, ഈ ഒരു പാക്കേജിനെ കുറിച്ച് അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ പാക്കേജിലൂടെ, അതായത് പാക്കേജിൽ ഇൻഫോർമേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരും ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. കൂടാതെ അവരുടെ ഫാമിലി ആയാലും അവിടെ റിലേറ്റീവ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫോർത്ത് വൺ, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്. അതുപോലെ തന്നെ
മറ്റു പല അന്വേഷണങ്ങളും ഇപ്പോ ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ തന്നെ എക്സ്റേ, MRI അങ്ങനെയുള്ള ധാരാളം രോഗനിർണയം ഡയഗ്നോസ്റ്റിക്കുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പേഷ്യൻസ് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫ് നൽകുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ്, എമർജൻസി ഇൻ പേഷ്യൻസ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലുകളിൽ തന്നെ എമർജൻസിയിൽ നിൽക്കുന്ന, അതായത് എമർജൻസിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ വാർഡില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും. അപ്പൊ ഇവരുടെയൊക്കെ ഫ്രണ്ട്സോ റിലേറ്റീവോ ഒക്കെ ഇവരെ കാണാനായിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. അതായത് ഏത് റൂമിലാണ് പേഷ്യന്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഏത് റൂമിലാണെന്ന് പറയും, ഏത് ഫ്ലോറിലാണെന്ന് പറയും, അല്ലെ ആ റൂം വരുന്നത്. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസും ആര് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട് ഓഫീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റിൽ നിൽക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അയാൾ എവിടെയാണ് കിടക്കുന്നത്, അയാളുടെ റൂം നമ്പർ എത്ര, അല്ലെങ്കിൽ ഏത് ഏരിയയാണ് എമർജൻസി വരുന്നത്, ഏത് ഏരിയയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് ആര് കൊടുക്കുന്നത്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഏരിയയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ കൊടുക്കുന്നത് കേട്ടോ. താരിഫിനെ കുറിച്ച് പറയുന്നുണ്ട്, ദെൻ സീനിയർ സിറ്റിസൺ ക്ലബിനെ കുറിച്ച് പറയുന്നു, അതർ പാക്കേജസ്, other investigations, laboratory, diagnostic and emergency inpatients. Okay, clear ആണോ? താരിഫ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ് കേട്ടോ, ഫീസ്, അതാണ് താരിഫ്. ഓക്കെ, എമൗണ്ട് അല്ലെങ്കിൽ ഫീസ് എത്ര രൂപയാണ്, ഇപ്പൊ രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ എത്രയാണ് വരുന്നത്, കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ എത്രയാണ്, ഇതൊക്കെ നമ്മൾ അവരോട് ചോദിക്കില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോകുന്നതെന്ന് വിചാരിക്കുക, ഒന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളോട് പറയും ഡോക്ടറിന്റെ ഫീസ് ഇത്രയാണ്, രജിസ്ട്രേഷൻ ഫീസ് ഇത്രയാണ്, നമ്മൾ ചോദിക്കാതെ തന്നെ അവര് നമ്മളോട് ഇങ്ങോട്ട് പറയും. അപ്പൊ നമുക്ക് എന്ത് തരിക, നമുക്ക് ഇൻഫോർമേഷൻ തരിക അതിലൂടെ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ നോക്കി, ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് നോക്കി അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു ധാരണയായി. ഇനി മൂന്നാമത്തേത് വരുന്നതാണ് ക്യാഷ് കളക്ഷൻ. നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായി, പക്ഷെ പറയുന്ന കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത് ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing the counter, hand over to another person. അതായത് നമ്മൾ രോഗിയിൽ നിന്ന്, നമ്മുടെ ഗസ്റ്റിൽ നിന്ന് പണം, ട്രീറ്റ്മെന്റിനായിട്ട് പണം സ്വീകരിച്ചതിന് ശേഷം ആ തുക, അതായത് ആ സ്വീകരിച്ച എമൗണ്ട് എന്ത് ചെയ്യണം, ഒന്നുകിൽ ആ ഒരു എന്താ പറയാ അതായത് നമ്മളിപ്പോ ഒരാളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ ഒരു ദിവസം, അതായത് ആ ഒരു ഡേ അവസാനിക്കുന്നതിന് മുമ്പ്, ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ഷിഫ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ ആ ഹോസ്പിറ്റലിൽ ഒരു ഡെപ്പോസിറ്റ് മെഷീൻ ഉണ്ടാകും, ആ മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണോ അടുത്ത ഡ്യൂട്ടിക്കായിട്ട് തയ്യാറായി വന്നിരിക്കുന്നത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, അതുമല്ലെങ്കിൽ നേരിട്ട് ഓഫീസിൽ കൊണ്ടുചെന്ന് എത്തിക്കുക. ഓക്കെ, ഇതാണ് ക്യാഷ് കളക്ഷനിൽ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ക്യാഷ് കളക്ഷൻ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അല്ലെ, ആളുകളോട് ബിഹേവ് ചെയ്യേണ്ട രീതി, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യേണ്ട രീതി, അപ്പൊ ധാരാളം കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. പക്ഷെ ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് ആദ്യം ചെയ്യുന്ന ആളുകൾ കേട്ടോ, പിന്നെ അത് പ്രാക്ടീസ് ആകുമ്പോൾ അത് എന്താ പറയാ, അത് നമ്മളോട് എന്താ പറയാ, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. അപ്പൊ ക്യാഷ് കളക്ഷനില് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്യാഷ് കളക്ഷനിൽ, അതായത് ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുകയാണ്, റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുകയാണ്, നിങ്ങൾ ക്യാഷ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം.
അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരാള് വരികയാണ്. ഒരാള് വന്നു കഴിഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുള്ളൂ, അതായത് ഒരു 7 മണിക്കാണ് നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നത്. ആള് വന്നു, ആളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. നമ്മൾ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ പേഷ്യന്റ് ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുന്നു, ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അയാള് നമുക്ക് ക്യാഷ് തന്നു, നമ്മൾ ആ ക്യാഷ് മേടിച്ചു. കമ്പ്യൂട്ടറില് ക്യാഷ് എത്രയാണ് എമൗണ്ട് എന്ന് അടിച്ചു കൊടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എന്തായി, നമ്മൾ ആ ക്യാഷ് മേടിച്ചെന്നുള്ളൊരു ഇതായി, അല്ലെ, ഒരു പ്രൂഫ് ആയത് ക്യാഷ് മേടിച്ചു, ക്ലോസ് ചെയ്തു. നമ്മൾ ആ ക്യാഷ് നമ്മുടെ അടുത്തുള്ള ആ ഒരു ടേബിളില് അല്ലെങ്കിൽ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ആ ഒരു ഏരിയയിൽ എന്താണ് ആ ക്യാഷ് വെച്ചു. ഓക്കെ, അപ്പൊ തുടങ്ങുന്ന ആ സമയത്ത്, അത് 7 മണി സമയമാണ്, തുടങ്ങുന്ന ആ ഒരു സമയത്ത് തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് തിരക്ക് ആവുന്ന ഒരു സമയമല്ല. then കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആളുകളുടെ തിരക്കായി, ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ തിരക്കുണ്ട്. അപ്പൊ ഒരാള് ഇതുപോലെ തന്നെ വേറൊരാൾ എന്താണ് വരികയാണ്, വന്നിട്ട് നമ്മളോട് പറയണം, പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മള് അത് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം എത്രയാണ് എമൗണ്ട്, 250 രൂപയാണ് അല്ലെങ്കിൽ 1000 രൂപയാണ് ഡോക്ടറുടെ ഫീസ് എങ്കിൽ 1000 രൂപ എന്ന് അടിച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നില്ല. മേടിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാല് വേറൊരാള് അതിന്റെ ഇടയ്ക്ക് കയറി അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് ഫയൽ എടുപ്പിച്ചു. അയാള് പക്ഷെ GPay ആണ് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ടല്ല നമ്മുടെ അടുത്ത് തന്നത്, GPay ആണ് ചെയ്തത്. GPay ചെയ്യുമ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യണം, അല്ലെ, അതായത് GPay ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക്. ദെൻ GPay എമൗണ്ട് നമ്മുടെ അരികത്തിരിക്കുന്ന ഒരു പേപ്പറിൽ എന്ത് ചെയ്യണം, എഴുതി കൂടി വെക്കണം. അപ്പൊ ഈ ഒരു തിരക്കിന്റെ ഇടയ്ക്ക് രണ്ടാമത് വന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് ക്യാഷ് മേടിക്കാനായിട്ട് മറന്നുപോയി. ഓക്കെ, 1000 രൂപ ടൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തതായിരുന്നു, പക്ഷെ ക്യാഷ് മേടിച്ചില്ല. എന്താ സംഭവിക്കാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടോ ഞാൻ പറയുന്നേ. എന്താ സംഭവിക്കുക ഒന്ന് കമന്റ് ചെയ്തേ. വെപ്രാളത്തിൽ ക്ലോസ് ചെയ്തു, സിസ്റ്റത്തിൽ ക്ലോസ് ചെയ്തു, പക്ഷെ ക്യാഷ് കയ്യിൽ മേടിച്ചില്ല. എന്താ സംഭവിക്കാം? നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും, അല്ലെ. അപ്പൊ 1000 രൂപയോ 2000 രൂപയോ 500 രൂപയോ എത്ര രൂപ ആയിക്കോട്ടെ, നമ്മൾ സിസ്റ്റത്തില് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷും മേടിച്ചിരിക്കണം. അങ്ങനെ മേടിക്കാനായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അതാണ്. അതായത് പല ആളുകളുണ്ട്, ചിലർ GPay ചെയ്യുന്നവരുണ്ടാവാം, ചിലര് ക്യാഷ് ആയിട്ട് തരുന്നവരുണ്ടാവാം. ഇവരൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മള് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അത് ക്ലോസ് ചെയ്തു, ആ ക്യാഷ് എന്തായാലും ക്ലോസിംഗ് സമയത്ത് നമ്മൾ കാണിച്ചിരിക്കണം. നമ്മൾ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാള് ചിലപ്പോ തന്നിട്ടുണ്ടാവില്ല മനഃപൂർവ്വം, കാരണം അത് നമ്മൾ മേടിച്ചില്ല, അയാളുടെ പാട്ടിന് പോയി. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുക, പൈസ പോവുക. ഓക്കെ, അപ്പോ എൻഡിങ് ഡേയില്, ക്ലോസ് ഡേയിൽ എന്ത് ചെയ്യണം, അതായത് നമ്മൾ നമ്മുടെ ഷിഫ്റ്റ് അവസാനിപ്പിച്ച് പോകാറാകുന്ന ഒരു സമയത്ത് നമ്മള് സിസ്റ്റത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു എമൗണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എമൗണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ അല്ലെങ്കിൽ ഈക്വല് ആക്കണം. ഓക്കെ, അതാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഡെപ്പോസിറ്റ് മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത വ്യക്തിക്ക്, അടുത്ത ഷിഫ്റ്റിന് ആരാണോ വന്ന് നിൽക്കുന്നത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുറച്ചു കഴിഞ്ഞിട്ട് എന്താവും, ശരിയായിക്കോളൂ കേട്ടോ. ക്യാഷ് കളക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്ലിയർ ആണോ? Then fourth point, information enquiry handling കേട്ടോ. ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ എൻക്വയറി വരുമ്പോൾ, അന്വേഷണങ്ങൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്.
അതിന്റെ താഴെ കുറച്ച് സബ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരു വാചകം കൊടുത്തിട്ടുണ്ട്, കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതായത് പരുഷത എന്ന് പറയുന്നത്, റൂഡ്നെസ് എന്ന് പറയുന്നത് വീക്ക് പേഴ്സന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയുള്ള അറ്റംപ്റ്റ് ആണ്. ജസ്റ്റ് അവിടെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. എന്താണ് പറയുന്നത്? പരുഷത വീക്ക് പേഴ്സന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയുള്ള അറ്റംപ്റ്റ് ആണ്. ഓക്കെ, then another first point, be considerate, friendly and courteous. എന്താണ് അവിടെ പറയുന്നത്? അതായത് മര്യാദ പാലിക്കുക. പേഷ്യൻസ് ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരോട് എന്ത് ചെയ്യണം? മര്യാദയോടുകൂടി പെരുമാറണം, മര്യാദ പാലിക്കണം. then friendly and courteous, ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഇടപഴകണം, വിനയത്തോടു കൂടി ആയിരിക്കണം അവരോട് പെരുമാറേണ്ടത്. ഓക്കെ, അപ്പോ അവർക്ക്, അതായത് അവരെ പരിഗണിക്കുക കേട്ടോ, അവരെ പരിഗണിക്കുക. ദെൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരോട് വിനയത്തോടു കൂടി സംസാരിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പ്രാക്ടീസ് കോർട്ടസി, സേവ് പ്ലീസ്. ഓക്കെ, അതായത് എന്താ പറയാ, അതായത് നമ്മൾ വിനയം അത് പ്രാക്ടീസ് ചെയ്യുക. അതായത് മര്യാദ പാലിക്കാനായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഒരു സംസാര ശൈലി എന്ത് ചെയ്യുക? നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, വിനയത്തോടു കൂടിയുള്ള ഒരു സംസാര ശൈലി പ്രാക്ടീസ് ചെയ്യുക. പ്ലീസ് പറയാനായിട്ട് പഠിക്കാം. ഓക്കെ, പ്ലീസ് പറയാനായിട്ട് പഠിക്കുക. മൂന്നാമത്തേത്, എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. ഒരാള് ഒരു കാര്യം വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എത്ര തിരക്കുണ്ടായാലും അയാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ഷമയോടുകൂടി എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് അവിടെ പറയുന്നത്, എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. ഓക്കെ, എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ക്ഷമയോടുകൂടി എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. എന്താണ് അവിടെ പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. എന്താണ് അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമന്റ് ചെയ്തേ. അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതർ വ്യൂ പോയിന്റ്സ് എന്താണ്? ആർക്കൊന്നും പറയാനെങ്കിൽ മറ്റുള്ളവരുടെ ഡിസിഷൻ, മറ്റുള്ളവരുടെ തീരുമാനം, അങ്ങനെയാണോ വരുന്നത്? അതർ അക്കോമഡേറ്റ് അതർ വ്യൂ പോയിന്റ്സ് എന്ന് പറയുമ്പോ ഗസ്റ്റിന്റെ ഒപ്പീനിയൻ കേൾക്കുക, റിഗാർഡ് ചെയ്യുക, ഓക്കെ, ഞാൻ തന്നെ പറയാം. മറ്റുള്ള പരിഗണിക്കുക, കാഴ്ചപ്പാട്, അതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. അതായത് മറ്റ് കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുക, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വ്യൂ പോയിന്റ്സിനെ കൂടി ഉൾക്കൊള്ളുക. ഇപ്പോ എനിക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട്, അല്ലെ? പലർക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ, വ്യൂ പോയിന്റ്സ് ഉണ്ടാകും. അപ്പം അതും കൂടി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവരോട് പെരുമാറണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ രോഗിയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ നമ്മള് രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, അലോ ക്രിറ്റിസിസം. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിമർശനം അനുവദിക്കുക. ഓക്കെ, വിമർശനം അനുവദിക്കുക. അതായത് ഒരു പേഷ്യന്റിന് നമ്മളോട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെ? നമ്മുടെ പേര് തെറ്റില്ലെങ്കിൽ കൂടി എന്താണ്? നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്, നമ്മളെ കളിയാക്കാനായിട്ടൊക്കെ ചിലവര് നോക്കും. ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൂടെ നമ്മളെ തന്നെ ഡെവലപ്പ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊരു പോയിന്റ് ആണ്. നമുക്ക് ആരിൽ നിന്നെങ്കിലും വിമർശനം നേരിട്ടാൽ, നമ്മൾക്ക് ആരിൽ നിന്നൊരു ക്രിട്ടിസൈസ് കിട്ടിക്കഴിഞ്ഞാല് അത് നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത്, ഒരു സെൽഫ് ചെക്ക് ചെയ്ത് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗമാണെന്ത്?
ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പൊ ക്രിറ്റിസിസം അനുവദിച്ചു കൊടുക്കുക. അവര് വിമർശിക്കുന്നെങ്കിൽ വിമർശിച്ചോട്ടെ. അവര് വിമർശിക്കും തോറും നമ്മുടെ കുറവുകൾ കണ്ടെത്തി നമ്മൾ കൂടുതൽ വളരുകയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ റിപ്പോർട്ട് മേക്കിംഗ് കേട്ടോ, അടുത്തത് വരുന്നതാണ് റിപ്പോർട്ട് മേക്കിംഗ്. എന്തൊക്കെയാണ് റിപ്പോർട്ട് മേക്കിങ്ങിൽ വരുന്നത് നോക്കാം. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് റിപ്പോർട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് വൺ പറയുന്നത് സെൻസസ് റിപ്പോർട്ടാണ്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗികളുടെ എണ്ണം, അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അതായത് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന രോഗികളുടെ എണ്ണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം, ഇവരുടെയൊക്കെ എണ്ണം, അതായത് എത്ര പേരുണ്ട് എന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാലേ, നമ്മുടെ പോപ്പുലേഷൻ 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യ എടുക്കുന്നത് അല്ലെ. അതായത് ആളുകളുടെ എണ്ണം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോ ഇതും അത് തന്നെയാണ്. ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ആശുപത്രിയിൽ എത്ര പേര് ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട്, എത്ര പേരവിടെ വാർഡിൽ കിടപ്പുണ്ട്, എത്ര പേര് എമർജൻസിയിലുണ്ട്, ഇവരുടെ ടോട്ടൽ എണ്ണം എടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദെൻ അതർ റിപ്പോർട്ട്സ്. അതർ റിപ്പോർട്ട്സിൽ വരുന്നത് ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളുടെ എണ്ണം, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് തകരാറിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം, ദെൻ അവിടെ വരുന്ന ഡോക്ടേഴ്സ് ലീവ് ആവുകയാണെങ്കിൽ അവരുടെ ആ ഒരു എണ്ണം, എത്ര പേരാണ് ലീവ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത് അതർ റിപ്പോർട്ട്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആളുകളുടെ എണ്ണത്തെയാണ് മെയിൻലി പറയുകയാണെങ്കിൽ എന്ത് പറയുന്നത് റിപ്പോർട്ട് മേക്കിംഗ്. ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് മേക്കിംഗ് നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിനകത്ത്? ക്ലിയർ ആണോ? രജിസ്ട്രേഷൻ, ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, അതുപോലെ തന്നെ ക്യാഷ് കളക്ഷൻ, ഇൻഫോർമേഷൻ എക്വയറി ഹാൻഡ്ലിംഗ്, എല്ലാരും ഓക്കെ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് നോക്കാം. ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് പോകാനുള്ള കാരണം, ലീവ് ആകുന്നതിന് ലീവ് ആകാനുള്ള കാരണം എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചായാലും ഒരു എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷനെ അപേക്ഷിച്ചായാലും പല കാരണങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സ് പോകാം. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിൽ കസ്റ്റമർ ലീവ് ചെയ്യുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് 1%, ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇപ്പോ ക്ലാസ്സിൽ കയറുന്നില്ലേ, പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് ലീവായി പോകുന്നുണ്ട് അല്ലെ. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവര് ചിലപ്പോ പോകുന്നത് അല്ലെ. ചില ആളുകൾക്ക് ഷോപ്പിൽ പോകാനുണ്ടാകും, ചില ആളുകൾക്ക് ക്ലാസ് കേട്ടിട്ട് ബോറടി തോന്നുന്നുണ്ടാകും, ചില ആളുകൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകും, ചില ആളുകൾക്കാണെങ്കിൽ മഴ കാരണം ക്ലാസ് ചിലപ്പോ കട്ടാവുന്നുണ്ടാകും. അങ്ങനെ ഇത്ര പെർസെന്റേജ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലീവായി പോകുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ അപേക്ഷിച്ച് കസ്റ്റമർ ലീവായി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവര് ലീവായി പോകുന്നത് കേട്ടോ. ഒന്ന് നോക്കിയേ, 1% ടൈം, 1% ആളുകള് മരിക്കുന്നത് മൂലം ലീവായി പോകുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളാണെങ്കിൽ അതിനകത്ത് 1% എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കസ്റ്റമേഴ്സ് ഒഴിവാകുന്നു. സെക്കൻഡ് വൺ, 3% മൂവ് അവേ, 3% ആളുകള് അകന്നു പോകുന്നു, ചില കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നു, മൂവായി പോകുന്നു.
Then 5% develop other relationship. 5% ആളുകള് മറ്റു ബന്ധങ്ങളില് ഏർപ്പെടുന്നു. അതായത് ഇവിടെ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹോസ്പിറ്റലിൽ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് മറ്റൊരു ഹോസ്പിറ്റലില് ഡോക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങള് ആ ഒരു ഫ്രണ്ടിനെ കൺസൾട്ട് ചെയ്യാനാ പോവുള്ളൂ അല്ലെ. അതായത് നിലവിലെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ അകന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഓക്കെ, അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. Then 9% leave for competitive reason. ഇനി 9% ആളുകള് ചില മത്സരപരമായിട്ടുള്ള കാരണങ്ങളാൽ കോമ്പറ്റേറ്റീവ് റീസൺസിനാൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സിറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട്. അവർ തമ്മിൽ പരസ്പരം കോമ്പറ്റീഷൻ ആണ്. ആരാണ് എക്സ്ട്രാ കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ മത്സരപരമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് റീസൺസ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 9% ആളുകളും പോകുന്നുണ്ട്. Then next one, 14% are dissatisfied with the product or services. 14% ആളുകള് അവർ മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സർവീസില് ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്. അവർ തൃപ്തരല്ല. അവർക്ക് ചിലപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ട് അത് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സർവീസ് സ്വീകരിച്ചിട്ട് അതിനകത്ത് അവർക്ക് അതൃപ്തി തോന്നിയേക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, 14% ആളുകളും ഇതിൽ നിന്ന് ഒഴിവാകുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, 68% leave because of rude or discourteous service. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 68% ആളുകളും ലീവ് ആകുന്നത് എന്ത് കാരണം കൊണ്ടാണ്, മാന്യമല്ലാത്ത ബിഹേവിയർ മൂലമാണ് കേട്ടോ. അതായത് വിനയമില്ലാത്തത് മൂലം, അല്ലെങ്കിൽ എന്താ പറയാ, മാന്യമല്ലാത്ത സേവനം കാരണമാണ്, മാന്യമല്ലാത്ത സർവീസ് കാരണമാണ് 68% ആളുകളും ലീവ് ആകാൻ കാരണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ റിപ്പീറ്റ് ചോദിച്ചു വരാറുള്ളതാണ്. കൂടുതൽ ആളുകളും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ലീവായി പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ മിസ്ബിഹേവിയർ ആണ് കേട്ടോ, ഡിസ്കോർട്ടിയസ് സർവീസ് ആണ്. ഓക്കെ, ഇപ്പൊ 1% move away, 5% develop other relationship, and 9 are dissatisfied with the product or service. 68% leave because of rude or discourteous service. Okay, clear ആണോ? ഒന്നുകൂടി പറയണോ, വേണ്ടല്ലോ? മനസ്സിലായില്ലേ? The next one പറയുന്നത്, the customer wants to you to. The customer wants you to. കസ്റ്റമർ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഏത് സ്ഥലത്ത് നിന്നാണോ സർവീസ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് സ്ഥലത്ത് നിന്നാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ചില എന്താ പറയാ ആവശ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ചില കാര്യങ്ങള് അവിടുത്തെ ആളുകൾ ചെയ്തു തരുന്നത് നിർബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ കൂടുകയാണ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഒരു കസ്റ്റമർ എന്ന രീതിയില് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ ഗ്രീറ്റ് ആണ്. ഗ്രീറ്റ് എന്ന് പറയുന്നത് വന്ദനം, നമസ്കാരം എന്ന് പറയും അല്ലെ. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ എവിടെ ചെല്ലുമ്പോഴോ എന്താണ് ആളുകൾ നമ്മളെ റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതിനെയാണ് എന്ത് പറയാ, ഗ്രീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ കസ്റ്റമർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തേത് വാല്യൂ, അതായത് കസ്റ്റമറിനെ എന്ത് ചെയ്യുക, വാല്യൂ ഉള്ളതാക്കി മാറ്റുക.
ഒരു ഷോപ്പിൽ ചെന്നോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ചെന്നോ നമ്മളോട് കൂടുതലായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മളവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും അല്ലെ, എനിക്ക് എന്തൊരു വാല്യൂ ഉണ്ട്, അവരേക്ക് റെസ്പെക്ട് തരുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ, റെസ്പെക്ട്. ദെൻ ഹെൽപ്പ്, സഹായം കസ്റ്റമർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എവിടെ ചെന്നായാലും നമുക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലോ ഒരു ഷോപ്പ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, ആരുടെയെങ്കിലും സഹായം ചോദിക്കും അല്ലെ. അപ്പൊ അവര് നമുക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഹെൽപ്പ് കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ ലിസൺ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേൾക്കുക. ഓക്കെ, പേഷ്യന്റിന്റെ കേൾക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഇപ്പൊ കസ്റ്റമർ വരികയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ലിസൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇൻവൈറ്റ് ബാക്ക്, അതായത് തിരികെ ക്ഷണിക്കുക. ഇത് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് എന്താണ്, നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ, വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരിടമല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്നിരുന്നാലും എന്ത് ചെയ്യാ, നമ്മൾക്ക് ഒരു സർവീസ് തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ഐഡി തരാനൊക്കെ അവർ നോക്കും അല്ലെ. ഇതൊക്കെ എന്തിന് സിമ്പിൾ ആണ്, നമ്മളെ തിരികെ ക്ഷണിക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇൻവൈറ്റ് ബാക്ക്. അപ്പോ കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. ഓക്കെ, then അടുത്തത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രം ഫ്രണ്ട് ഓഫീസ് ഔട്ട് പേഷ്യന്റ് ഏരിയ. അതായത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ഇത് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഒന്ന് മെയിൻ റിസപ്ഷൻ. ഓക്കെ, ഏരിയാസ് എന്തൊക്കെയാണ്? ഒന്ന് മെയിൻ റിസപ്ഷൻ വരുന്നുണ്ട്, 2 കൺസൾട്ടേഷൻ റൂം വരുന്നുണ്ട്, 3 ഡയഗ്നോസ്റ്റിക്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ECG, എക്കോ, MRI, CT സ്കാൻ, ബ്ലഡ് ടെസ്റ്റുകൾ, അതിനാണ് സാമ്പിൾ കളക്ഷൻ എന്ന് പറയുന്നത്. അതൊക്കെ എടുക്കുന്ന സ്ഥലം വരുന്നത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിലായിട്ടാണ്. ഇപ്പൊ റിസപ്ഷൻ വരുന്നു, കൺസൾട്ടേഷൻ റൂം, ദെൻ ഡയഗ്നോസ്റ്റിക്. ഇത്രയും കാര്യങ്ങൾ വരുന്നത് എന്തിന്റെ അണ്ടറിലാണ്? ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദെൻ അടുത്തത് അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ചാലഞ്ച്, അതായത് അവര് നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതൊരു 4 പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ആയിട്ട് ജോലി ലഭിക്കുകയാണെങ്കിൽ അവർ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. പേഷ്യന്റിന്റെ ഇമോഷൻസ് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. ഓക്കെ, അതായത് പല ഇമോഷൻസുമായിട്ടാണ് ആര് വരുന്നത്? പേഷ്യൻസ് വരുന്നത്. അപ്പൊ ഒരു പേഷ്യന്റ് അല്ല, ധാരാളം പേഷ്യന്റ് അറ്റ് എ ടൈം വരുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് വേണം. അപ്പൊ ഇത് മെയിൻ ആയിട്ടൊരു ചാലഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നസീമ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. നസീമ എന്നൊരു കുട്ടി എന്റെ അടുത്ത്, ഇപ്പൊ ഞാൻ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ നസീമ ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ടാണ് എന്റെ അടുത്ത് വരിക. ഓക്കെ, ആ സമയത്ത് തന്നെ റംല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്റെ അടുത്ത് വരികയാണ്. ഓക്കെ, അതേ സമയത്ത് തന്നെ മുബി എന്ന് പറയുന്ന കുട്ടി സൈലന്റ് ആയിട്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഈ 3 പേരും ഒരു സമയത്ത് തന്നെയാണ് വരുന്നത്. ഈ 3 പേരുടെ ഇമോഷൻസും ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ഈ 3 പേരെയും ഒരേ സമയം കൈകാര്യം ചെയ്യണം. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ. കാരണം അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല. കാരണം എന്താ? 3 പേരും ഒരേ ഇമോഷനിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരേ കാര്യം തന്നെ അവരോട് പറയാം. പക്ഷെ 3 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ 3 രീതിയിൽ എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് ഇമോഷനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കേട്ടോ.
Then അടുത്തത് ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ട്. അതായത് കോള് വിളിക്കുമ്പോൾ ധാരാളം കോൾസ് വരുന്ന ഒരു ഏരിയയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഒരാള് നമ്മളെ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഫോൺ മര്യാദകൾ പാലിക്കുക. ആദ്യം തന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് എന്ത് പറയും? ഒന്നുകിൽ നമസ്തേ പറയാം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ദെൻ വിഷയത്തിലേക്ക് വരാം അല്ലെ. എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കുക, അയാൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ചെയ്ത് കൊടുക്കുക. ദെൻ താങ്ക്സ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വെൽക്കം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഫോൺ കോള് കട്ട് ചെയ്യുക. അപ്പോ ഫോൺ മര്യാദകൾ എന്ത് ചെയ്യണം? പാലിക്കണം. ചിലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാകും, ചിലവര് ചീത്ത വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്ന് കേട്ട് നമ്മുടെ മനസ്സ് തളരാതെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഫോൺ എറ്റിക്യൂട്ട് എന്ത് ചെയ്യാം, പാലിക്കുക. ഓക്കെ. Then another one, managing patient wait times and patient flow. അതുപോലെ തന്നെ പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, കൺസൾട്ടേഷൻ റൂമിലായാലും ഫാർമസിയിലേക്ക് മുമ്പിലായാലും വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ട്. ആ വെയിറ്റ് ചെയ്യുന്ന സമയം എന്ത് ചെയ്യുക, ഒന്ന് മാനേജ് ചെയ്യുക. ഓക്കെ. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യുക, അതായത് രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പേഷ്യന്റിന്റെ ഒഴുക്ക് ചിലപ്പോ തിരക്കൊക്കെ ഉണ്ടാകും. കാരണം ആ തിരക്കുള്ള ആ ഒരു ഏരിയയൊക്കെ ആയിരിക്കുള്ളൂ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക, തിരക്കൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പേഷ്യന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക. Then last one is complaint resolution. പരാതി പരിഹാരം. കംപ്ലൈന്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരാതി പരിഹാരമാണ്. പേഷ്യന്റിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അതാണ് ആ ഒരു മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസിൽ വരുന്നത് കേട്ടോ. മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, handling call volume and maintaining phone etiquette, managing patient wait times and patient flow, complaint resolution. Okay, clear ആണോ? മര്യാദകൾ എന്നാണ് കേട്ടോ. ടെലിഫോൺ എറ്റിക്യൂട്ട് എന്ന് പറഞ്ഞാല് ഫോൺ മര്യാദകൾ എന്നാ വരിക. ഇത് നമ്മൾ പാലിക്കേണ്ട ചില എന്താ പറയാ മര്യാദാ ക്രമങ്ങളുണ്ട്, അതിനെയാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, മെയിൻ ഗോൾ. എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ മെയിൻ ഗോള്? ഓക്കെ. യുവർ മെയിൻ ഗോൾ is to have each patient live with a smile, satisfaction on their face and feeling of having been well taken care of by you and your employees, colleagues. നിങ്ങളുടെയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും പരിപാലനം കൊണ്ട്, സേവനം കൊണ്ട് പേഷ്യന്റിന്റെ ഫേസില് പുഞ്ചിരി നിറയണം എന്നാണ് പറയുന്നത്. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് അവരുടെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു സ്മൈലോട് കൂടിയായിരിക്കും ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ ഗോള് നിങ്ങള് അച്ചീവ് ചെയ്തു എന്നാണ് അർത്ഥം കേട്ടോ. ഫ്രണ്ട് ഓഫീസിലാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസ് ജോലി നിങ്ങളുടെ എന്താണ് സെൽഫ് റിയലൈസേഷനോട് ചെയ്തു എന്നതിനർത്ഥം നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് സ്മൈലോട് കൂടി തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. പേഷ്യന്റ് വരുമ്പോൾ ആകുലതയോട് അല്ലെങ്കിൽ വിഷമത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ വരുന്നത്. പക്ഷെ തിരിച്ചു പോകുന്നത് സ്മൈലോട് കൂടിയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ അവിടെ അച്ചീവ് ചെയ്തു. ഓക്കെ. Then next one is dealing with the upset customers. എങ്ങനെയാണ് അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക? അതായത് ഭയങ്കരമായിട്ട് വിഷമിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ. അപ്പൊ അവരുടെ ഡീൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതെങ്ങനെയാണ്? ഫസ്റ്റ് വൺ ഈസ് ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം എന്ത് ചെയ്യണം? അവരെ കേൾക്കണം. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മള് ലിസൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ ഓഫർ ചെയ്യണം. അതായത് ഒരാളുടെ ഒരു പേഷ്യന്റെ അടുത്ത് നിന്ന് എന്താണ് അയാളുടെ പ്രോബ്ലംസ് എന്ന് കേട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം ആസ്ക് യുവർ സൂപ്പർവൈസർ,
superior to solve the problem of our alternatives. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ട് നിങ്ങളുടെ ഒരു പ്രോബ്ലം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാതെ വന്നു കഴിഞ്ഞാല് അയാളെ തിരിച്ചയക്കരുത്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കാനായിട്ട് പാടുള്ളതല്ല. മറിച്ച് നിങ്ങളുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയറെ ഇയാളുടെ പ്രോബ്ലം ഇൻഫോം ചെയ്യുകയും സുപ്പീരിയർ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒന്ന് ആദ്യം അദ്ദേഹത്തെ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ കൊടുക്കുക, ഓഫ് റോഡ് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ സുപ്പീരിയറെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സുപ്പീരിയർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഇയാൾക്കുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന. ഒരു ഡൗട്ട് ചോദിക്കുവാണേ. കസ്റ്റമർ ലീവ് ആവുന്നത് ഫസ്റ്റ് 1% ഡൈ എന്ന് പറയുന്ന മറ്റുള്ളവർ മരിക്കുമ്പോ അങ്ങനെ പേടിച്ചിട്ട് പോകുന്നതാണോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? 1% ഡൈ ലീവ് ആവുന്നത് അല്ല, 1% ഡൈ എന്ന് പറഞ്ഞില്ലേ, അത് മറ്റുള്ളവർ മരിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു ഭയം കൊണ്ട് അല്ല ഇങ്ങനെ മരിക്കുന്നുള്ള പേടി കൊണ്ടാണോ, അതോ മരിച്ചവരെയാണോ ഉദ്ദേശിക്കുന്നത്? മരിച്ചു പോകുന്നവരെ ഉദ്ദേശിക്കുന്നത്. അതാണ് 1%. വളരെ കുറവ് മാത്രമാണ് ഡെത്ത് കേസ് വരിക. അതുകൊണ്ടാണ് അവിടെ 1% എന്ന് പറയുന്നത്. ആ ഒരു ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ ആ ഒരു ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കാണിക്കാനായിട്ട് കാരണം ആ ഒരു പെർസെന്റേജ് അറിയാനാണ്. ഡിസ്കോർട്ടിയസ്, അതായത് മാന്യമല്ലാത്ത ബിഹേവിയർ കൊണ്ടാണ് കൂടുതലും ആളുകളും പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള പെർസെന്റേജുകൾ കൂടി എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ. 68% ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിൽ വിട്ടുപോകാനായിട്ട് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വേറെ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഓക്കെ, റിപ്പോർട്ട് മേക്കിങ്ങിൽ എന്തൊക്കെയാ വരാ? രൂപ സുനിലെ, റിപ്പോർട്ട് മേക്കിങ്ങിൽ എന്തൊക്കെയാ വരിക? രൂപ സുനിൽ, ആരും ഇല്ല ഇവിടെ? നസീമ മാലിക്, റിപ്പോർട്ട് മേക്കിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാ വരിക? സെൻസസ് റിപ്പോർട്ട്, പിന്നെ അതർ റിപ്പോർട്ട്സ്. അതർ റിപ്പോർട്ട്സ് അല്ലേ? ഓക്കെ. മിസ് 68% അതൊന്നുകൂടെ എനിക്ക് പറഞ്ഞുതരുമോ? 68% ഏറ്റവും കൂടുതൽ ആളുകൾ ലീവായി പോകുന്നത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആളുകളുടെ മിസ്ബിഹേവിയർ കൊണ്ടാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ നസീമയ്ക്ക്? ഏറ്റവും കൂടുതൽ ആളുകള് ലീവായി പോകാൻ കാരണം മാന്യമല്ലാത്ത സേവനം കൊണ്ടാണ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ഷോപ്പിൽ ചെല്ലുവാണെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിലോ ചിലപ്പോ ഇവിടെ നല്ല ക്വാളിറ്റി സർവീസ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നല്ല നഴ്സുമാരുണ്ടാകാം. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാകും. ഓക്കെ, പക്ഷെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന, ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളുടെ ബിഹേവിയർ ശരിയല്ല എങ്കിൽ രോഗികൾ പിന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയില്ല.
അപ്പോ 68% ആളുകളും ലീവായി പോകാൻ കാരണം ആളുകളുടെ മിസ്ബിഹേവിയർ ആണ്, അതായത് സ്റ്റാഫുകളുടെ മിസ്ബിഹേവിയർ കാരണമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് പോവാണെന്ന് വിചാരിക്കും, ഏത് ജോലി സ്ഥലം ആയിക്കോട്ടെ. ഓക്കെ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സാലറി ഉണ്ട്, എന്താ പറയാ, ട്രാവലിംഗ് ഒക്കെ വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പെരുമാറ്റം നല്ലതല്ല എങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കോ, ജോലി ചെയ്യോ? പിന്നെ ചെയ്യോ? നസീമ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മാന്യമല്ലാത്ത പെരുമാറ്റം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ആളുകള് ലീവായിട്ട് പോകുന്നു. ഓക്കെ, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, അതായത് പേഷ്യന്റിന്റെ ഒഴുക്കുകൾ നിയന്ത്രിക്കുന്നു. ഇപ്പോ ധാരാളം പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവരുടെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരോട് പറയുന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇപ്പൊ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, അല്ലെങ്കിൽ ഡോക്ടർ വരാനായിട്ട് അല്പം ഡിലേ ഉണ്ടെന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാം ക്ലിയർ ആയോ? നന്നായിട്ട് വായിക്കാട്ടോ. ആദ്യത്തെ ഒരു 1.5 പേജിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി പോയിന്റ്സ് വരുന്നുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങള് ഒന്നില്ലെങ്കിൽ PDF നോട്ടിന് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ എഴുതി പോവേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല മിസ് എന്താ പറഞ്ഞെന്ന് കേട്ടോ. ഒന്ന് എന്ത് ചെയ്യാം, അതൊന്ന് നോട്ട് ചെയ്ത് പോവാ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നോട്ടിൽ എന്ത് ചെയ്യാമെങ്കിൽ മീനിങ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.